ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻസ്, ഫസ്റ്റ് ആപ്ലിക്കേഷനായ ഇൻഫൈനൈറ്റ് ലൈൻ കണ്ടക്ടർ എന്ന് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ടൊറോയിഡ്. ഇതിങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസും എടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് 1 or 2 ആപ്ലിക്കേഷൻസ് ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് മാത്രമേ ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ കണ്ടിരുന്നത്. 5 മാർക്കിനും 10 മാർക്കിനുമായിട്ടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടൊറോയിഡ്. ഇപ്പോൾ ടൊറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ സോളിനോയിഡ് കൂട്ട് തന്നെ ഉള്ള ഒരു കണ്ടക്ടറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, H. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആംബിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. ആ ക്ലോസ്ഡ് പാത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ആംബീരിയൻ ലൂപ്പ് അല്ലെങ്കിൽ ഒരു ആംബീരിയൻ ലൂപ്പ്, നമ്മൾ ഗോസസ് ലോയ്ക്കകത്ത് ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്ത പോലെ ഇവിടെ ഒരു ആംബീരിയൻ ലൂപ്പ് അല്ലെങ്കിൽ ഒരു കോണ്ടൂർ കൺസിഡർ ചെയ്യണം. അപ്പം ആ ഒരു കോണ്ടൂറാണ് അവിടെ നമ്മൾ ഒരു ഡോട്ട് അല്ലാത്ത കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റൗണ്ട് വെച്ച് വരച്ചിരിക്കുന്ന കോണ്ടൂർ ആംബീരിയൻ ലൂപ്പാണ്. അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു കോണ്ടൂറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ടൊറോയിഡിൻ്റെ മീൻ സർക്കംഫറൻസിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോണ്ടൂർ C എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൊറോയിഡിനകത്തൂടെ ഒഴുകുന്ന ഫിലമെൻ്ററി കറണ്ടിനെ കംപ്ലീറ്റ് ആയിട്ടും എൻക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് കോണ്ടൂർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. N എന്ന് പറയുന്നത് ടൊറോയിഡിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംബിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യുന്നു. ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ H.dl = I. അപ്പം നമുക്ക് എന്ത് പറയാം? DL, അതായത് നമ്മൾ പറഞ്ഞു ലെങ്ത് എന്ന് പറയുന്നത് മീൻ സർക്കംഫറൻസിന് ഈക്വൽ ആണ്. മീൻ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു സർക്കിളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2πr ആണ്. അപ്പോൾ H × 2πr = N × I വരും. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് N എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ആ എല്ലാ ടേൺസിലൂടെ ഒഴുകുന്ന കറണ്ടാണ് കോണ്ടൂർ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ N × I. അപ്പോൾ Hൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Ni/2πr. സോ H = സ്മോൾ n × I. സ്മോൾ n എന്താണ്? ക്യാപിറ്റൽ N/2πr, അതായത് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതാണ് ടൊറോയിഡിൻ്റെ ഡെറിവേഷൻ. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് കൺസിഡർ ചെയ്യുന്നു. പ്ലെയിൻ ഷീറ്റിൽ നമ്മളൊരു ചെറിയൊരു റെക്റ്റാങ്കുലർ ആംബീരിയൻ ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആംബീരിയൻ ലൂപ്പ്. നമ്മളിവിടെ 3 ആക്സിസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, XYZ. അതിൽ Y ആക്സിസിന് അക്രോസ് ആയിട്ടാണ്, അതായത് 3 ആക്സിസിലും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കമ്പോണൻസ് HX, HY, HZ ഉണ്ട്. എന്നാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് Y ആക്സിസിന് എലോങ് ആയിട്ടുള്ള HY കമ്പോണൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളപ്പം ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ ക്യാരിങ് സർഫസ് കറണ്ട്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിലൂടെ ഒഴുകുന്ന സർഫസ് കറണ്ട് എന്ന് പറയുന്നത് KX, സർഫസ് കറണ്ട് ഡെൻസിറ്റി, അതായത് J, കറണ്ട് ബൈ ഏരിയ, അതാണ് J. അത് നമ്മളിവിടെ KX ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, കറണ്ട് പെർ യൂണിറ്റ് വിഡ്ത്ത്. ഓക്കെ, അപ്പം ആംബിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് എന്തുവരെ നമുക്കറിയാം, ലൈൻ ഇൻ്റഗ്രൽ H.dl = I ആണ്. ഇവിടെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ, ഒരു കംപ്ലീറ്റ് റെക്റ്റാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? HY∆y + HY∆y, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള സൈഡ്, അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു റെക്റ്റാങ്കുലർ ആംബിയർ ലൂപ്പ് എടുക്കുവാണെങ്കിൽ ∆y എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻസിനാണുള്ളത്. വെർട്ടിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല? Hൻ്റെ കമ്പോണൻസ് ഇല്ല, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൽ മാത്രമേ ഉള്ളൂ ∆y. സോ അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ആഡ് ചെയ്തെടുത്തത്. HY∆y + HY∆y = KX × ∆y. KX എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റിയാണ്, ഇൻറ്റു അത് ഏത് ആക്സിസിലാണ്? ∆y ആക്സിസിലാണ്. ഈ ∆y എടുക്കാനുള്ള കാരണം നമ്മൾ ആ ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൽ ഒരു ചെറിയൊരു ആംബീരിയൻ ലൂപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ നമുക്കിത് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് എടുക്കാം? ∆y + ∆y ആഡ് ചെയ്യുമ്പോൾ 2∆y കിട്ടും. KX ∆y, രണ്ട് സൈഡിൽ നിന്ന് ∆y നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ HY = KX/2 എന്ന് വരും. സോ HY = അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ. ഇനി അത് ഇസഡിൻ്റെ വാല്യൂ
വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു കമ്പൗണ്ട് ചെറിയ വ്യത്യാസം വരും. അതെന്ന് പറയുന്നത് ഇസഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എച്ച് വൈയുടെ വാല്യൂ മൈനസ് ആയിട്ടും ഇസഡിൻ്റെ വാല്യൂ 0-നെക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എച്ച് വൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കിട്ടും. ഇതാണ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഡെറിവേഷൻ. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റല്ല, നമുക്കിപ്പം 4 എണ്ണം പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഫോർത്താണ് കോവാക്സൽ ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോവാക്സൽ കേബിൾ കൺസിഡർ ചെയ്യുന്നു. അത് ക്യാരി ചെയ്യുന്ന കറണ്ട് ഐ ആണ്. നമുക്കിത് ഈ കോവാക്സൽ കേബിളിനെ ഇന്നർ ആൻഡ് ഔട്ടർ ഒരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇന്നർ പാർട്ടിലൊരു സിലിണ്ടറുണ്ട്, ഔട്ടർ പാർട്ടിലൊരു സിലിണ്ടറുണ്ട്. ഇന്നർ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു സോളിഡ് കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇന്നർ സിലിണ്ടർ പോയിൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ എച്ച്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്നു, I/2πr. അതിൽ ഈ I/2πr വരുന്നത് ഒരു ലോങ് സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു ഡെറിവേഷനുണ്ട്. പക്ഷെ നമുക്കത് സിലബസിലില്ല. അതിൽ നിന്നാണ് ഇക്വേഷൻ വരുന്നത്. നമുക്ക് സോളിനോയിഡിൻ്റെ നമുക്ക് പഠിക്കാനില്ല, അതങ്ങനെ എക്സാമിന് ചോദിക്കാറുമില്ല, ഔട്ട് ഓഫ് സിലബസാണ്. സോ H=I/2πr എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് നിന്ന് H×2πr = I എന്ന് വരും. ഇതാണ് ടൊറോയിഡല്ല കോവാക്സൽ കേബിളിൻ്റെ ഫിഗർ. കോവാക്സൽ കേബിളിലെ ഇന്നർ സിലിണ്ടർ ഉണ്ട്, ഔട്ടർ സിലിണ്ടർ ഉണ്ട്. ഈ താഴെ വരച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എച്ച്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസുമായിട്ടുള്ള വേരിയേഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു എക്സ്റ്റേണൽ പോയിൻ്റ് ഉണ്ട്, ഇൻറ്റീരിയർ പോയിൻ്റ് ഉണ്ട്. ഇവിടെ എക്സ്റ്റീരിയർ പോയിൻ്റ് നമ്മളൊരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഐ എന്ന് പറയുന്ന ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടുമാണ്, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ I - I എന്ത് വരും? 0 വരും. അപ്പം നമ്മൾ മേലെ എഴുതിയ 2πr H = I എന്നുള്ള ഇക്വേഷനകത്ത് I 0 ആകുമ്പം എന്ത് വരും? 2πr H = 0. സോ ദാറ്റ് ഈസ് H = 0 എന്ന് കിട്ടും. അതായത് എക്സ്റ്റേണൽ റീജിയൻ, ഒരു കോവാക്സൽ കേബിളിൻ്റെ എക്സ്റ്റേണൽ റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രീ റീജിയൻ ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്? 0 ആണ്. അതായത് ആ ഒരു റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഫ്രീ റീജിയനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഫ്രീ റീജിയനാണ്. അതർ വേർഡ്സിൽ പറയുവാണെങ്കിൽ നമ്മുടെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോവാക്സൽ കേബിളിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഇൻറ്റീരിയറിൽ ഔട്ടർ സിലിണ്ടറിൻ്റെ ഇൻറ്റീരിയറായിട്ട് ഇന്നർ സൈഡിൽ മാത്രമേ എന്തുള്ളൂ? എച്ചിൻ്റെ വാല്യൂ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഡിസ്റ്റൻസിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ടും ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പഠിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ആംബിയർ സർക്യൂട്ടൽ ലോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ പാർട്ട് ബിയിൽ എവിടെ വേണേലും ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം 2-3 ആപ്ലിക്കേഷൻസും അതിൻ്റെ ആ ഒരു ഡെഫിനിഷനും ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ഡെഫിനിഷനും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്താണ് ആംബിയർ സർക്യൂട്ടൽ ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം. നമ്മൾ ഇൻ്റഗ്രൽ H.dl = I എന്ന് പറയുന്ന ഇക്വേഷൻ ആംബിയർ സർക്യൂട്ടൽ ലോയുടെ എന്താണ്? ഇൻ്റഗ്രൽ ഫോമാണ്. അപ്പം അത് ഓർത്തിരിക്കുക. ഇൻ്റഗ്രൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനകത്തൊക്കെ പഠിക്കുന്ന അതാണ് ഇൻ്റഗ്രൽ ഫോം. ഇനി നമ്മളതിന് എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാൻ പോകുന്നു. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ ഇൻ്റഗ്രൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെങ്കിലും അതെന്താണ്? സ്യൂട്ടബിളാണ് ഇൻ്റഗ്രൽ ഫോം ഉപയോഗിക്കുക എന്നുള്ളത്. എന്നാൽ ഹോമോജിനസ് ആയിട്ടും കണ്ടിന്യൂസുമായിട്ട് വരുന്ന മീഡിയത്തിൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഫോം ഉപയോഗിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ പഠിക്കുന്നത്. സോ അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഫോമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഫോം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഡെറിവേഷൻ മെയിനായിട്ടും ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോ ഉള്ളത് കൊണ്ടാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും 4-5 മൊഡ്യൂൾസിൽ വീണ്ടും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ XY ആക്സിസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു റെക്റ്റാങ്കുലർ ആംബീരിയൻ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സർക്കുലർ ഇതിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നടുക്കായിട്ടാണ് Z ആക്സിസ് ഉള്ളത്. ആ Z ആക്സിസിലാണ് എന്തുള്ളത്? കറണ്ട് ഡെൻസിറ്റി J ഉള്ളത്, JZ. സോ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് HX ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് HY. ഇത് നമ്മൾ ഈ ഒരു കമ്പോണൻസ്, അതായത് ഓരോ
ഹോറിസോണ്ടലിലും വെർട്ടിക്കലിലും നമ്മൾ ഈ കമ്പോണൻസ് എഴുതിയിരിക്കുന്നത് ടെയ്ലർ സീരീസിനെ അനുസരിച്ചാണ്. സോ എച്ച് എക്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഹോറിസോണ്ടലിൽ വരുന്നത് എച്ച് എക്സ് പ്ലസ് ഡോ എച്ച് എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡെൽറ്റ വൈ. അതേപോലെ തന്നെ എച്ച് വൈയുടെ ഓപ്പോസിറ്റ് വരുന്നതും സെയിം തന്നെ എച്ച് വൈ പ്ലസ് ഡോ എച്ച് വൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ടൈലർ സീരീസാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എച്ച് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് പി, അപ്പം എക്സ് വൈ കമ്പോണൻ്റ് ആണ് എച്ച് എക്സ് എച്ച് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ആംബീരിയൻ ലൂം ഒരു സ്മോൾ റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ആംബീരിയൻ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പം ഈ ഇൻറ്റഗ്രൽ എച്ച് ഡോ ഡി എൽ, അതായത് ഓരോ കംപ്ലീറ്റ് ലൂപ്പും ഓരോ ലൂപ്പും എടുത്തിട്ട് നമ്മൾ ആ മൊത്തത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ എഴുതുന്നു, ഓരോ സെഗ്മെൻറ്റും എടുത്തിട്ട്. അപ്പോൾ എച്ച് എക്സ് ഡെൽറ്റ എക്സ് പ്ലസ് എച്ച് വൈ പ്ലസ്, അതായത് ഓരോ 2 ഹൊറിസോണ്ടലും വരണം 2 വെർട്ടിക്കലും വരണം. ആ കമ്പോണൻ്റ് എടുത്ത് നമ്മൾ ടൈലർ സീരീസ് വെച്ച് ആദ്യത്തെ കമ്പോണൻറ്റ് പ്ലസ് രണ്ടാമത്തെ പ്ലസ് അടുത്തത് മൈനസ് വരുന്ന രീതിയിലാണ് നമ്മൾ സീരീസ് എഴുതുന്നത്. സോ ഈക്വൽ ടു ഐ, അതായത് കറണ്ടിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു, കറണ്ട് ഡെൻസിറ്റിയുടെ ടൈമിൽ എഴുതുന്നു. കറണ്ട് ഡെൻസിറ്റി ജെ ഇസഡ് ആണ്. കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഏരിയ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ആണ്. അപ്പം ജെ ഇസഡ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്ന് എഴുതി. അപ്പോൾ നമ്മളിതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്നതിനെല്ലാം കോമൺ ആയിട്ടുള്ളതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഫൈനൽ എന്ത് കിട്ടും, ഡോ എച്ച് വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എച്ച് എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഈക്വൽ ടു ജെ ഇസഡ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. ഈ രണ്ട് സൈഡിൽ നിന്നും ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് വരും, ഡോ എച്ച് വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എച്ച് എക്സ് ബൈ ഡോ വൈ ഈക്വൽ ടു ജെ ഇസഡ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കേൾ എച്ചിൻ്റെ വാല്യൂ ആണ്. നമ്മളിപ്പോൾ കേൾ എച്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഇസഡിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, കേൾ എച്ചിൻ്റെ ഇസഡ് വാല്യൂ ആണ്. ഇസഡ് കമ്പോണൻ്റെ വാല്യൂ കളഞ്ഞ് ബാക്കിയുള്ള വാല്യൂ ആണ് ഇസഡ് കമ്പോണൻ്റെ വാല്യൂ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. സോ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം, ഡെൽ എച്ച് എന്ന് എഴുതാൻ പറ്റും. സോ ഡെൽ എച്ച് അല്ല, കേൾ എച്ച് എന്ന് എഴുതാൻ പറ്റും. സോ കേൾ എച്ച് ഇസിക്കൽ ടു ജെ എന്ന് കിട്ടും. ഇതാണ് പോയിൻറ്റ് ഫോം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. സോ ഈ കേൾ എച്ച് ഇസിക്കൽ ടു ജെ എന്നുള്ളതങ്ങ് പഠിച്ചു വെക്കുക. ദിസ് ഈസ് പോയിൻറ്റ് ഫോം ഓർ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ട് ലോ. ഓക്കെ, ഇനി ഇപ്പോൾ ഈ പറഞ്ഞ രീതി അല്ലാതെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് പോയിൻറ്റ് ഫോം ഓർ ഡിഫറൻഷ്യൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഏരിയ, അതിനകത്തൂടെയുള്ള കറണ്ട് ഡെൻസിറ്റി, കറണ്ടാണ് ജെ ഡി എസ് എന്ന് പറയുന്നത്. ജെ എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി, ഡി എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ. സോ ഈ ഒരു സർഫസ് എസ് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിലെ എൻ്റെ സിസ്റ്റത്തിൻ്റെ കറണ്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ബൈ യൂസിങ് ആംബിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് എച്ച് ഡോ ഡി എൽ ഈസിക്കൽ ടു ഐ എന്ന് വരും. സോ നമുക്കിതിനെ എന്തെഴുതാം, ഇൻ്റഗ്രൽ എച്ച് ഡോ ഡി എൽ ഈസിക്കൽ ടു സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോ ഡി എസ് എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, സർഫസ് ഇൻ്റഗ്രലിനെയും ലൈൻ ഇൻ്റഗ്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർഫസ് ഇൻ്റഗ്രൽ കേൾ എച്ച് ഡോ ഡി എസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോ ഡി എസ്. സർഫസും ഡി എസും രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് എന്ത് കിട്ടും, കേൾ എച്ച് ഇസിക്കൽ ടു ജെ. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ആംബിയർ സർക്യൂട്ടിലൂടെ പോയിൻറ്റ് ഫോം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ സെക്കൻഡ് ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഓൾസോ എന്താണ്, ആംബിയർ സർക്യൂട്ടൽ ലോ തന്നെയാണ് കേൾ എച്ച് ഇസിക്കൽ ടു ജെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തയാണ് കൺസർവേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് വന്നപ്പോൾ അതിൻ്റെ കൺസർവേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ്, എൻഡ് പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ എന്ന് പഠിച്ചിരുന്നു. അതേ സെയിം തന്നെ അനലോഗിയായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്നത്. നമുക്കറിയാം ബേസിക്കൽ ടു മ്യൂ സീറോ എച്ച് ആണ്. നമുക്ക് ഗോസസ് ലോ അനുസരിച്ച് എന്തറിയാം, ഒരു ടോട്ടൽ ഫ്ലക്സ് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെ ചാർജ് എൻക്ലോസ് ചെയ്യുന്നതിന് ഈക്വൽ ആണെന്നറിയാം. അതേപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോ ഡി എസ് ആണ് അല്ലേ. അതായത് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഡോ ഡി എസ് സർഫസ് ഇൻ്റഗ്രൽ, അതായത് ആ ഒരു സർഫസ് ഏരിയയിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട് അതാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് കാണപ്പെടുന്നത് ക്ലോസ്ഡ് സർഫസിൽ. ഇപ്പം നമ്മുടെ ഒരു ക്ലോസ്ഡ് സർഫസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എൻറ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും ഈക്വലാണ്. അതായത് ആ ക്ലോസ്ഡ് പാത്തിൽ മാഗ്നറ്റിക് റെസിഡ്യൂസ് ഒന്നും
കാണത്തില്ല. എൻറ്റർ ചെയ്യുന്നത് ലീവ് ചെയ്യുന്നത് ഈക്വൽ ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് റെസിഡ്യൂസ് കാണാൻ വഴിയില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0, അതായത് ഫ്ലക്സ് 0 ആയിട്ട് എടുക്കാം, കാരണം മാഗ്നറ്റിക് റെസിഡ്യൂസ് ഇല്ല. അപ്പം സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഗോസസ് ഡൈവേർജൻസ് തിയറം അനുസരിച്ച് നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? സർഫസ് ഇൻ്റഗ്രലിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഇൻ്റഗ്രൽ ഡൈവേർജൻ ബി ഡി എസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡൈവ് ബി ഈക്വൽ ടു 0. ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാക്സ്വെൽസ് ഇക്വേഷനാണ് ഡൈവ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇതെല്ലാം നമ്മൾ അങ്ങോട്ടുള്ള മൊഡ്യൂൾസിൽ മാക്സ്വെൽസ് ഇക്വേഷൻ 4 ഡിറൈവ് ചെയ്യും. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ പഠിച്ച മൊഡ്യൂൾസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇപ്പോഴേ നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാഗ്നറ്റിക് സ്കെയിലർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യൽസ്. ഇതിങ്ങനെ ഒരു തിയറിയാണ്. ഈ തിയറി അതേപോലെ തന്നെ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് എയിലും ചോദിച്ചിട്ടുണ്ട്, പാർട്ട് ബിയിലും ചോദിച്ചിട്ടുണ്ട്. സോ പൊട്ടൻഷ്യൽ, നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ചിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ഗ്രേഡിയൻ പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇ ഈസിക്കൽ ടു മൈനസ് ഡെൽ വി എന്നാണ് നമ്മൾ പഠിച്ചത്. മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് 2 തരം പൊട്ടൻഷ്യൽസ് ആണ് പഠിക്കുന്നത്. സ്കെയിലാർ മാഗ്നറ്റിക് പൊട്ടൻഷ്യലും വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽസും. ഈ 2 നമുക്ക് പഠിക്കാനുണ്ട്. തിയറിയാണ്. മാഗ്നറ്റിക് സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലർ വേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസാണ് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. സ്കെയിലർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസിന് സിമിലറായിട്ട് തന്നെ സ്കെയിലർ മാഗ്നറ്റിക് പൊട്ടൻഷ്യലും ഉണ്ട്. സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സോഴ്സ്, അതായത് ചാർജും പൊട്ടൻഷ്യലും ആണ് നമ്മൾ സ്കെയിലറായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ, അതായത് സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡിൽ സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് എലമെൻറ്റും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ വെക്റ്റർ ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമുക്ക് 2 പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് നമ്മൾ 2 ആയിട്ട് എടുക്കും. അപ്പം സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ പഠിച്ചു. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, എൻ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അതായത് കേൾ ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ ആംബിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് നമുക്ക് എന്തറിയാം? കെ എൽ എച്ച് ഈസ് ഈക്വൽ ടു ജെ ആണ്. അതായത് നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് പാത്ത്, സ്കെയിലാർ പൊട്ടൻഷ്യൽ പാത്ത് ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നോൺ യുണീക്കാണ്. അതിൻ്റെ സൊല്യൂഷന് യുണീക്നെസ് ഇല്ല, നോൺ യുണീക്കാണ്. അതുപോലെ തന്നെ ഈ സ്കെയിലാർ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർമനൻറ്റ് മാഗ്നറ്റിലും അതുപോലെ തന്നെ കറണ്ട് ഫ്രീ റീജിയനിലുമാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇപ്പോൾ നമ്മളോട് എഴുതാൻ ചോദിക്കുമ്പം നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൂടെ എഴുതാൻ നോക്കുക. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് അനലോഗസ് ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സിൽ നമ്മൾ കേൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ കേൾ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കേൾ ഡെൽ വി എം എന്ന് കിട്ടും. പക്ഷേ കേൾ ഓഫ് എ ഗ്രേഡിയൻ ഫംഗ്ഷൻ, സ്കെയിലാർ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആണ്. അതൊരു വെക്റ്റർ ഐഡൻറ്റിറ്റിയാണ്. അതനുസരിച്ച് നമുക്ക് കേൾ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഈ കേൾ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്കിപ്പോൾ കിട്ടിയത് നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് കേൾ എച്ച് ഇസ് ഈക്വൽ ടു ജെ ആണ്. സോ ആ ഇക്വേഷനുമായിട്ടൊരു, അതായത് ആംബിയർ സർക്യൂട്ടുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത്. സോ സ്കെയിലർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കറണ്ട് ഡെൻസിറ്റി 0 ആയിട്ടുള്ള റീജിയനിലാണ് എന്തുള്ളത്? സ്കെയിലർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉള്ളത്. അതായത് ജെ 0 ആയിട്ടുള്ള റീജിയനിലാണ് സ്കെയിലർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉള്ളത്. സോ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എം അറ്റ് ജെ ഈക്വൽ ടു 0. ഈ സ്കെയിലർ മാഗ്നറ്റിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ഓക്കെ, ഇനി ലാപ്ലേസ് ഇക്വേഷൻ, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് ലാപ്ലേസ് ഇക്വേഷൻ. അതായത് ഡൈവേർജൻറ്റ് ഓഫ് ബി ഈക്വൽ ടു 0 നമ്മൾ നേരത്തെ പഠിച്ചു, മാക്സ്വെൽസ് ഇക്വേഷൻ. സോ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? μ0 എച്ച് എന്ന് എഴുതാം. എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് μ0 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡെൽ ഇൻറ്റു ഡെൽ ഡൈവേർജൻ മൈനസ് ഗ്രേഡിയൻ വി എം എന്ന് എഴുതാൻ പറ്റും, ഈക്വൽ ടു 0. സോ മൈനസ് μ0 ഇതിനെങ്ങനെ എഴുതാം?
ഈ മൈനസ് അങ്ങ് പുറത്ത് കൊടുത്തു. സോ മൈനസ് മ്യൂ സീറോ ഡൈവേർജൻറ്റ് ഡെൽ വി എം ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ സീറോ അപ്പുറത്ത് പോകുമ്പോൾ 0 ആയിപ്പോൾ, മൈനസും 0 ആയിപ്പോൾ. സോ ഡൈവേർജൻറ്റ് ഡെൽ ഡോട്ട് ഡെൽ വി എം ഈക്വൽ ടു 0. സോ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ സ്ക്വയർ വി എം ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ലാപ്ലേസ് ഇക്വേഷൻസ് ഇൻ സ്കെയിലാർ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പം പൊട്ടൻഷ്യലിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതിയിരുന്നത് വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്നാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് അതിന് അനലോഗിയാണ് വി എം ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ഡി എൽ. ഓക്കെ, ഇനി അടുത്താണ് വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ, അതായത് നമ്മൾ ഒരു വെക്റ്റർ ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. സോ കേൾ ഓഫ് എ വെക്റ്റർ ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. അതിൽ ഡൈവേർജൻറ്റ് ഓഫ് കേൾ എ ഈക്വൽ ടു 0 എന്ന് എടുക്കുന്ന ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ നമുക്കറിയാം ഡൈവേർജൻറ്റ് ഓഫ് ബി ഈക്വൽ ടു 0, മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ഈ രണ്ട് ഇക്വേഷനൂടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കേൾ എ ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംബിയർ സർക്യൂട്ടെല്ലാം അനുസരിച്ച് കേൾ എച്ച് ഇസ് ഈക്വൽ ടു ജെ ആണ്. നമ്മൾ അതിനെ തിരിച്ചെഴുതുമ്പം എച്ചിനെ നമുക്ക് ബി ബൈ മ്യൂ സീറോ എന്ന് എഴുതാം. അപ്പം കേൾ ബി ബൈ മ്യൂ സീറോ ഈക്വൽ ടു ജെ, അതായത് കേൾ ബി ഈക്വൽ ടു മ്യൂ സീറോ ജെ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ബി എ നമുക്ക് എങ്ങനെ എഴുതാം? കേൾ എ എന്ന് എഴുതാം. നമുക്ക് ഇവിടെ കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ കൊടുക്കാം. അപ്പം കേൾ ഓഫ് കേൾ എ ഈക്വൽ ടു മ്യൂ സീറോ ജെ എന്ന് കിട്ടും. ഇനി നമുക്കൊരു വെക്റ്റർ ഐഡൻറ്റിറ്റി കൂടെ ഉപയോഗിക്കാം. കേൾ ഓഫ് എ ഫംഗ്ഷൻ ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് ഓഫ് ഡൈവേർജൻറ്റ് എ മൈനസ് ഡെൽ സ്ക്വയർ എ എന്നും പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജെ ഇസ് ഈക്വൽ ടു 1 ബൈ മ്യൂ സീറോ ഡെൽ ഇൻറ്റു ഡൈവേർജൻറ്റ് എ മൈനസ് ഡെൽ സ്ക്വയർ എ എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനകത്ത് നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഡൈവേർജൻറ്റ് എ ഈക്വൽ ടു, അതായത് ഡെൽ എ ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ജെ ഈക്വൽ ടു 1 ബൈ മ്യൂ സീറോ മൈനസ് ഡെൽ സ്ക്വയർ എ വെക്ടർ എന്ന് കിട്ടും. അപ്പം ഡെൽ സ്ക്വയർ എ എന്ന് പറയുന്നത് മ്യൂ സീറോ ജെ ആണ്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതിനെ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരു ഫീൽഡിൻ്റെ വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ കറണ്ട് ഡെൻസിറ്റി ജെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുമ്പേ അസ്യൂം ചെയ്ത പോലെ തന്നെ ഡെൽ എ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുവാണ്. ഡെൽ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ സീറോ ജെ എന്ന് കിട്ടും. ഇതാണ് പോയ്സൺസ് ഇക്വേഷൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ കിട്ടി, പോയ്സൺസ് ഇക്വേഷൻ കിട്ടി. ഇതെല്ലാം നമുക്ക് ഒരേപോലെ തന്നെ ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളോട് എന്താണോ ചോദിക്കുന്നത് അത് എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മളോട് മെയിനായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാഗ്നറ്റിക് സ്കെയിലാർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യലിന് ഒരു 5 മാർക്കിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇത് തിയറി ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ മൊഡ്യൂൾസിൽ കൂടുതലും ഡെറിവേഷൻസ് ആൻഡ് തിയറീസ് മാത്രമേ ഉള്ളൂ. പ്രോബ്ലംസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഈ ഒരു 3rd മൊഡ്യൂൾ കംപ്ലീറ്റും കവർ ചെയ്തിട്ടുണ്ട്. നോട്ട് ഞാൻ നാളെ, അതായത് നിങ്ങളുടെ ലിൻവൈസിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.